ഹായ് ഡിയർ ഓൾ, ഞാനിന്നൊരു ക്രിസ്പി ക്രഞ്ചി എയർ ഫ്രയർ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സൂപ്പർ ക്രഞ്ചി സ്നാക്ക് തന്നെയാണ് മസാല പീനട്ട്സ്. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഒരു ബൗളിൽ കുറച്ച് കടലമാവ് ഇടുന്നുണ്ട്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. കൂടെ കുറച്ച് അരിപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കപ്പലണ്ടി പീനട്ട്സ് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 കപ്പ് കാണും. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ അത്രേ വേണ്ടൂ. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ശ്രദ്ധിച്ച് വേണം വെള്ളം ചേർക്കാൻ, ഒത്തിരി ആയി പോവരുത്. 1 സ്പൂണിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഓരോ സ്പൂൺ ഒഴിച്ച് ഇളക്കി നോക്കണം. ഈ മാവ് പീനട്ട്സിൽ കോട്ട് ചെയ്യുന്ന മാതിരി കിട്ടണം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എയർ ഫ്രൈ ട്രേയിൽ കോക്കനട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റായി ട്രേയിലേക്കാണ് ഇടുന്നത്. ആ വലിയ ഹോൾസ് ഉള്ള ഭാഗം ഒഴിച്ചിട്ട്. നമ്മുടെ മസാല പീനട്ട്സ് ക്രഞ്ചിയായി കിട്ടണ്ടേ. മാവ് താഴെ ബാസ്ക്കറ്റിലേക്ക് ഒഴുകി വീഴുന്നതല്ലാത്തത് കൊണ്ട് ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടില്ല. ഇനി നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റ് വെച്ച് കൊടുക്കാം. പകുതി സമയമായപ്പോൾ ഒരു സ്പാറ്റുല കൊണ്ട് എല്ലാം ഒന്ന് ചെറുതായി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. നമ്മളിതിൽ നേരത്തെ ഓയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഓയിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം കഴിഞ്ഞു, തുറന്നു നോക്കാം. കോട്ടിംഗ് എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ക്രിസ്പ്നെസ് വേണമെന്ന് തോന്നി. അതുകൊണ്ട് വീണ്ടും സെയിം 180 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റ് കൂടി സമയം വെക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സൂപ്പർ ക്രഞ്ചി മസാല പീനട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ചൂടുള്ള ബാസ്ക്കറ്റിലിരുന്ന് കൂടുതൽ ഫ്രൈ ആയി ടേസ്റ്റ് മാറിപ്പോകും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ്, ടേസ്റ്റിയുമാണ്. ചൂടാറിയപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. വൈകിട്ട് ചൂട് ചായക്കൊപ്പം കുറിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണ്. ഈ സിമ്പിൾ ആൻഡ് ഈസി സ്നാക്കും അതിൻ്റെ റിവ്യൂവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് മീ. ഇത് ഞാൻ ഇന്നലെ തയ്യാറാക്കിയ പഴംപൊരിയാണ്. ഈ എയർ ഫ്രയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്ക് ഇതാണ്. ഞാൻ കൂടുതലായും ഇതിലുണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, വലിയ മീൻ മാത്രം, പിന്നെ പഴംപൊരിയുമാണ്. പിന്നെ മറ്റ് സ്നാക്സ് പരിപ്പുവട, കട്ട്ലറ്റ് ഒക്കെ വല്ലപ്പോഴും ഉണ്ടാക്കും. പിന്നെ ഏറെ സവാളയുള്ളപ്പോൾ അത് വഴറ്റാനും പിന്നെ തേങ്ങ വറുക്കുന്നതും ഇതിലാണ്. ഇങ്ങനെ ഇത്തിരി ലൂസായ ബാറ്ററുള്ള റെസിപ്പി ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ വെക്കാൻ ശ്രദ്ധിക്കണം. സൈഡിലെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ തുടച്ച് കളയണം. അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണ്. ഇതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 16 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പകുതി സമയമായപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുമുണ്ട്. ഇതിലെ ടൈം നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്കനുസരിച്ചും ബാറ്ററിൻ്റെ തിക്നെസ്സിനനുസരിച്ചും മാറ്റം വരും. അതിനനുസരിച്ച് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇടയ്ക്കൊന്ന് ലൈറ്റ് ഇട്ട് നോക്കുകയോ തുറന്നു നോക്കുകയോ ആവാം. ബാസ്ക്കറ്റ് വെച്ച് അടയ്ക്കുമ്പോൾ അത് തന്നെ റീസ്റ്റാർട്ട് ആയിക്കോളും. താങ്ക്സ് ഫോർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് മീ.